ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡേ 3 ആണ്. സഞ്ജു ഉണ്ട്. ഇന്ന് എനിക്ക് വന്നിട്ടുണ്ട് നേരെ ഇവിടെ രാത്രി ഞാൻ എഡിറ്റ് ചെയ്യായിരുന്നു. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങള് മേളിൽ കാണിച്ചു തരാന്ന് പറഞ്ഞില്ലായിരുന്നു. അത് ഇന്ന് കാണിച്ചു തരാം. ഇന്ന് ഞങ്ങൾക്ക് പിക്കപ്പിന്റെ പുറകിരുന്ന് വീഡിയോ ചെയ്യാൻ പോവാണ്. ഈ പിക്കപ്പിലാണ് നമ്മളെല്ലാരും കൂടെ പോകുന്നത്. ഇതില്ല സഞ്ജു വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മള് പിക്കപ്പിൽ കയറി പോവാൻ പോവാണ്. അഭിയുണ്ട്, ജെറിംബ്രോ ഉണ്ട്. ഇത്രയും കയറാനുള്ള കഷ്ടപ്പാടിലാണ്. പ്രായമായി നിക്കളി ഞങ്ങളെപ്പോലെ ചാടിക്കയറാൻ പറ്റുന്നില്ല. അത് തന്നെ തിക്കളിയിൽ പ്രായമായതുകൊണ്ട് ഞങ്ങളെ കൂടി ചാടി കയറാനൊന്നും പറ്റില്ല. അപ്പൊ നമ്മള് കവാടം കടക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ കവാടം താണ്ടുകയാണ്. താഴ്വരയിലേക്ക് നമ്മൾ പോവുകയാണ്. കുന്നിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ടാർട്ടർ റോഡാണ്. കുറച്ചങ്ങോട്ട് കഴിയുമ്പോ ഓഫ് റോഡിങ് വരുമെന്നാണ് പറഞ്ഞത്. പകുതി ഓഫ് റോഡിങ് ആണ്. നമുക്ക് കുറച്ച് സഞ്ചാരം കളിച്ചു പോയാലോ. അങ്ങനെ നമ്മളിതാ ആ കവാടത്തിന് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ട്രാൻസ്ഫോമറിന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് ഇതാ രണ്ട് വഴിയിലേക്ക് രണ്ട് ദിക്കിലേക്ക് വിഭജിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ വലത്തേക്കുള്ള ദിശയാണ് നമ്മുടെ ഡ്രൈവറായ ജിസ്കോഫി തെരഞ്ഞെടുത്തിരിക്കുന്നത്. റെഡ് വുഡ്സ് അല്ല, ഇത് അക്കേഷ്യ. പ്രകൃതിയുടെ ഭംഗിയിലേക്ക് ഞങ്ങൾ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പുറകിൽ നിന്ന് സഞ്ജുവിന്റെ വ്ലോഗിംഗ് ഉള്ളതുണ്ട്. ഇത് കൊള്ളാൻ നൈസ് വഴി. ഞങ്ങൾ നേരത്തെ ഇന്നലെ വന്നപ്പോ ഉള്ളതിലും അടിപൊളി വഴിയാണ് കേട്ടോ. ഇതാണ് നമ്മൾ പോകുന്ന റൂട്ട്. നല്ല ഓ മാൻ, ഇതിപ്പോ നൈസ് ഓഫ് റോഡിങ് ആയിട്ടുണ്ട് ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. എനിക്ക് ആ കാണുന്ന മല ഉണ്ടോ, അതിന്റെ മുകളിലാണ് നമ്മൾ പോകുന്നത്. നമുക്ക് കൊള്ളാം, നൈസ് വൈബ് ആണ്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കാണിച്ചു തരാം. നമ്മുടെ സ്ഥലം വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇനി നടന്ന് വേണം പോകാനായിട്ട്. ട്രക്കിങ് കഴിഞ്ഞു നമുക്കിപ്പം ഇനി ഇവിടുന്ന് നല്ല ദൂരമുണ്ടോ? ഇല്ല, വലിയ ദൂരമില്ലെന്ന് തോന്നുന്നു. നമുക്ക് നടന്നാണ് കയറേണ്ടത്. സഞ്ജുവിടെ മാരൊക്കെ വ്ലോഗിങ്ങിനാണ് ഗൈസ്, മാരൊക്കെ വ്ലോഗിങ്. ആക്ച്വലി ഇതില് വണ്ടി പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്, അല്ലെ? ഇതിലേക്ക് കയറി പോവാം. ജെറിംബ്രോ ഇത് 3 പ്രാവശ്യം കയറി ഇറങ്ങിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇനി എന്തോരം ഉണ്ട് ജെറിംബ്രോ? അപ്പൊ ഇനി അത്രയും കയറണമെന്ന് തോന്നുന്നു. അവിടെ വരെ കയറി ചെല്ലുക, കാണിക്കാം. നിക്കളിനൊക്കെ പുറകെ വന്നുണ്ട്. വളരെ ദൂരെയാണ്. അത്യാവശ്യം നല്ല കുത്തനുള്ള കയറ്റം കേട്ടോ. അമ്മേ ഗൈസ്, നമ്മളിത് അവിടെ നിന്നോ ആണ് കയറി വന്നത്. ഇനി ഇത് അങ്ങ് വരെ പോണം. ഓൾമോസ്റ്റ് ഒരു 3/4 ഭാഗമായെന്ന് തോന്നുന്നു കയറി. ഗൈസ്, ഒരു കവാടം കണ്ടെത്തിയിരിക്കുകയാണ് ഫൈനലി. മോനെ, കവാടത്തിന് അപ്പുറം ഒന്നുമില്ല ഗൈസ്, കവാടം മാത്രമേ ഉള്ളൂ. അപ്പുറത്തോട്ടൊന്നുമില്ല. ഇപ്പോഴൊക്കെ പൊളിഞ്ഞറങ്ങി ഗൈസ്, കവാടം ഉണ്ട്. എൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല. ഇതാണ് നമ്മളെ വ്യൂ. ഒരു കുഞ്ഞു പോലും ഇല്ല. ഇനിയുണ്ട് അങ്ങോട്ട്, അതിന്റെ മണ്ട വരെ പോകാൻ തോന്നുന്നു. അവിടെ പോയിട്ട് കാണിച്ചു. ഈ മല കൂടെ കയറിയാൽ നമ്മള് ടോപ്പിലെത്തും. ഇവിടെ ഇപ്പൊ നാരോ റൂട്ടാണ്. ഇപ്പോഴാണ് ട്രക്കിങ്ങിനുള്ള റൂട്ടാണ്. ഇതുവരെ നമുക്ക് ജീപ്പ് വരുന്നൊരു റൂട്ടാണ്. ഇതിപ്പോ നാരോ റൂട്ട്. പക്ഷെ നമ്മൾ ഇന്നലെ കാണിച്ചു തന്ന വഴിയുണ്ടല്ലോ, ആ വഴിയല്ല, അത് വേറെ, അത് അപ്പുറത്തെ സൈഡ് എന്തോആണ്. ആ വഴി വരുന്നതിന് ആനമ്പരിയും പോലെ വ്യത്യാസമുണ്ട്. അവിടെ മൊത്തം പുല്ലായിരുന്നു ഇന്നലെ വന്ന വഴിയില്. ഇവിടെ കുറച്ചേ ഉള്ളു. ഇത് വേറെ റൂട്ടാണെന്ന് തോന്നുന്നു. അത് വേറെ റൂട്ടാണ് ചേച്ചി. ആരോ റൂട്ടല്ല, വേറെ റൂട്ട്. മേലോട്ടോ ചേച്ചി നമ്മള് പകുതി കയറി. നിക്കളിനൊക്കെ എവിടാന്ന് നോക്കിയേ. ഇത് അങ്ങാണ് നിക്കളിനൊക്കെ. അങ്ങ് നമ്മൾ കയറി വന്നത് ഒരു പൊടി പോലെ നിക്കളിനെ കാണാം. ഇതാണ് നല്ല കുത്തനുള്ള കയറ്റമാണ്. ഗൈസ്, നിങ്ങൾക്ക് ട്രക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രാവലിംഗ് വീഡിയോ ഇഷ്ടമാണോ ഇല്ലെന്ന് താഴെ കമന്റ് ചെയ്യേണ്ടതാണ് ഗൈസ്. എനിക്കറിയത്തില്ല എത്രത്തോളം നിങ്ങളോട് എത്തിക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് ട്രൈ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് കമന്റ് ചെയ്യണം. ശരിക്കാണ് അവരൊക്കെ വരുന്നേ ഉള്ളൂ. ജെറിംബ്രോ എത്തിയിട്ടുണ്ട് എൻ്റെ കൂടെ. സഞ്ജു, അഭ്യം വന്ന്. ഇതാണ് ഗൈസ് സ്ഥലം. ഇതിന് താഴത്തോട്ട് ഇറങ്ങാം കേട്ടോ. ഇതാണ്
സ്ഥലം, ലിറ്റ് സ്ഥലമല്ലേ ഗൈസ്. വീടൊക്കെ കാണാല്ലേ ദൂരെ. ഇത് നല്ല ഡേഞ്ചർ ആട്ടെ ഗൈസ്. ഗൈസ് നമ്മള് പറഞ്ഞ ഏറ്റവും ടോപ്പ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം വന്നത് അവിടെ എന്തോ ആയിരുന്നു ഇത്. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ് ഗൈസ്. ഞാൻ എന്റെ ലൈഫിനകത്ത് ഇങ്ങനെ ഒരു ഇത്ര ഡേഞ്ചറസ് ആയിട്ടൊരു സ്ഥലത്ത് വെച്ചാൽ ഒരു സേഫ്റ്റി മെഷേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലേ. നല്ല ഭയമുണ്ട് നിൽക്കാൻ തന്നെ മുട്ട് പറയുന്ന അവസ്ഥ. അതെ, ഭയങ്കര ചീപ്പായിട്ടുള്ള ഇറക്കും. ഇത് ഇറങ്ങി നേരെ വരുന്നത് ഇതേപോലൊരു കൊക്കയും ഗൈസ്. ലിറ്റ് സ്ഥലം വെച്ചാൽ ലിറ്റ് സ്ഥലം. ഇത് നല്ല ഹൈറ്റ് ഉണ്ട്. ഇതിന് നിലത്ത് പോയി കഴിഞ്ഞാൽ നോക്കണ്ട. ഇത് കണ്ട, ഇതാണ് നമ്മളിരിക്കുന്ന പാറ. ഈ പാറയെന്ന് ഇത് കണ്ട അങ്ങോട്ട് മൊത്തം കൊക്കയാണ്, കുത്തനെയുള്ള കൊക്ക. ഇത് കണ്ട സൈഡൊക്കെ ആയാലും ഫുള്ള് കൊക്കയാണ്. ഈ ഹൈറ്റിൽ നിൽക്കാൻ നേരത്തേക്ക് നമുക്കൊരു ഇത് വരുമല്ലോ, ഒരു ടെൻഡൻസി, ആ ഒരു ഫീല്, പറക്കണ ഒരു ഫീല്. എന്റെ ആളി ഒരു രക്ഷയില്ലാതെ ലിറ്റ് സ്ഥലം. ഈ വിഷ്വൽസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരൂ. കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം. അങ്ങോട്ട് നമ്മള് ആ വണ്ടിയിലാണ്, ഇങ്ങോട്ട് തിരിച്ച് നമ്മള് താറിൽ പോകുന്നത്. എന്താ പറയുക, ഒരു ടീം കൂടെ വരാണ്ട് ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യാണ്ട് ഞങ്ങള് പോവാ. നമ്മുടെ വണ്ടി ഓടിക്കുന്ന സച്ചിൻ ബ്രോ ആണ്, GM ആണ് നമ്മുടെ ഗ്രീൻബർഗ് റിസോർട്ടിന്റെ. വേറെ ലെവല് ഒരുത്ത് ഇറങ്ങി നിന്നിട്ട് വീഡിയോ എടുക്കുന്നത് കഴിച്ചു. അപ്പം അവിടെ ഞാൻ ഫുഡ് കഴിക്കുമ്പോ കഴിച്ചിട്ട് നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് എന്തോ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അല്ലടാ അബി കേറോ? ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുക. ഫുഡ് കഴിച്ച് ഇറങ്ങിയതേ ഉള്ളു, നേരെ വന്ന് അഡ്വഞ്ചർ. ഇത് നടക്കും, എത്രത്തോളം നടക്കുമെന്ന് അറിയത്തില്ല. എന്നാലും നടക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ മുന്നിലേക്ക് വലിഞ്ഞു കയറണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കയറി നോക്കാം. ഇതാണ് സംഭവം. ഇപ്പൊ പുള്ളി പോകുന്നുണ്ട്, ഇതാണൊക്കെ അങ്ങോട്ട് പോകണം. പിന്നെ എന്നെ പോകുന്നുണ്ടോ, ഇതാണ് ഐറ്റം. ഇവര് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഞാൻ ചെയ്യാൻ. പിന്നെ സഞ്ജു ഒരു ടാസ്ക് തന്നിട്ടുണ്ട്, 10,000 രൂപ. പക്ഷെ എന്തായാലും അത് എനിക്കുള്ള പൈസയാണ്. എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു. അപ്പൊ അതും കാണിച്ചു തരാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മള് അടുത്ത സേഫ്റ്റി സാധനമൊക്കെ ഇടാൻ പോവാ. 8 നമ്മുടെ ഗോകുലാണ്. റേസ് ഫോർ 10,000 bucks man. 8 മിനിറ്റ് 12 സെക്കൻഡ് ബീറ്റ് ചെയ്ത് തീർന്നു. എനിക്ക് തോന്നുന്നു 5 മിനിറ്റ് ആയിരുന്നു. തുടങ്ങിയേക്കാം. സ്റ്റാർട്ട്. നമുക്ക് ഇവന്റെ പുട്ട് പോലെ സ്പൈഡർമാൻ സ്പൈഡർമാൻ ചീളി. ഇത് സ്പൈഡർമാൻ കുഞ്ഞ എന്റെ മോനെ വിഷയം. ഫൈനൽ സ്റ്റേജിലോട്ട് തോന്നി നടന്നിരിക്കും. എത്ര ഉരുണ്ട് വീഴണേ, ഉരുണ്ട് വീഴണ്ട, തൂക്കിക്കിടന്നാ മതി. പുഷ്പം പോലെ പോണു കേട്ടാ. വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഗുണമുണ്ടല്ലോ. ഓടല്ലോടാ, വീഴണ 30 സെക്കൻഡ്. 30 സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്യാൻ. ഓട്. എത്രയാ? ഒരെണ്ണം സ്കിപ്പ് ചെയ്തൊക്കെ പോയിക്കോ. എടാ വീഴും, നോക്കി പോടാ, വീഴും. 57 സെക്കൻഡ്. ഇല്ല ചാൻസ് ഉണ്ട്. പോട്രാ. 8 മിനിറ്റ് 9 സെക്കൻഡ്.
ഗൈസ് അങ്ങനെ എന്റെ പരിപാടി കഴിഞ്ഞു. അടുത്തായിട്ട് guys നമ്മുടെ അടുത്ത അഭിയാണ്. ready ആയിക്കൊണ്ടിരിക്കുകയാണ്. Yeah, yeah. അവന്റെ അത്രയും വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ വെട്ടിക്കളാ. വേറെ ലെവലല്ലായിരുന്നു ഗൈസ്. ഇതിൽ ആര് ജയിച്ചു തരുന്നൊക്കെ ഇവന്റെ ചാനലിൽ കാണും. നമുക്ക് വേറൊരു പരിപാടികളുണ്ട്, അതും കാണിച്ചു തരാം ഗൈസ്. ഇനി അവസാനമായിട്ടുള്ളത് ആ സിപ്പ് ലൈൻ ആണ്. അതുകൂടെയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞു. മറ്റേ വിഷ്വൽസ് ഒക്കെ കണ്ടില്ലേ? ഈ സൈക്കിള് വശമുണ്ടല്ലോ, വെള്ളം കഴിക്കണക്കോട്ടെ, വല്ല ഇത് ചവിട്ടി പോയായിരുന്നു. വെള്ളത്തിലോട്ട് ക്യാമ്പ് പോകുന്നു. 2 ലക്ഷം വെള്ളത്തിൽ പോയപ്പോൾ പോയാ പിന്നെ നോക്കണ്ട, ഇവനൊന്നും തരത്തില്ല എനിക്ക്. ഒരു വള്ളമുണ്ട് ഗൈസ്, വെള്ളം കൊണ്ട് തുഴഞ്ഞു പോവാം. ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഇതോടെ ചെയ്തിട്ട് ഇന്നത്തെ വ്ളോഗ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് വേറെ ഒന്നും ഇവിടെ കാണിക്കാനില്ല, ആക്ടിവിറ്റി ആയാലും ഒന്നും ഇല്ല അല്ലേ, ഇതേ ഉള്ളൂ. അതുകൊണ്ടാണ് മിക്കവാറും വീഡിയോ ഒരുപോലെ ഇരിക്കുന്നതും എന്റെ വീഡിയോയിൽ ഇതൊക്കെ വരുന്നതും ഗൈസ്. സോ ഗൈസ് ഇന്നലെ വെട്ടം പോയതുകൊണ്ട് ബാക്കിയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ ഡേ 3 അല്ലേ ഫൈനൽ. ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് ഇറങ്ങുവാണ്, ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുവാണ്. കാരണം ഫുഡ് അടി തുടങ്ങി, എല്ലാം വിശന്ന് യാത്തിരിക്കാൻ തോന്നുന്നു. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുവാണ്. അപ്പം വീഡിയോ ഷെയർ ചെയ്യുക. സോ ഫ്രണ്ട്സ്, അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഞങ്ങളെ കൂടെ